അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നല്ലൊരു നമ്മുടെ നോമ്പ് കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ നോമ്പ് കഞ്ഞി എന്നില്ലെങ്കിൽ നമ്മളെ കോരിക്കഞ്ഞിയാണ്. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ എനിക്ക് കോരിക്കഞ്ഞി എന്നാണ് പറയുന്നത്. ഇതുണ്ടാക്കാൻ നല്ല ഈസിയാണ്. മുമ്പല്ല എല്ലാ പെരക്കാരും എല്ലാ നോമ്പിനും ഇത് ഡെയിലി ഉണ്ടാക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ആരും അങ്ങനെ ഉണ്ടാക്കലില്ല. ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന സാധാരണ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഓരോരോ നാട്ടിലും ഇത് വേറെ വേറെ സ്റ്റൈലിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ എടുത്തോളൂ. സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയാവോ. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് ഗീ റൈസിൻ്റെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കയറ്റെടുത്തിട്ട് വരാം. ഞാനിവിടെ ഇത് നല്ല 2-3 വെള്ളത്തിൽ നല്ലോണം കയറ്റെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ആണ് ഞാൻ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത്. നമുക്ക് സാധാരണ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയിലാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പയർ, നമ്മളെ പച്ചപ്പയറില്ലേ, അത് പോത്തിരി വെച്ചിട്ടുണ്ടായിന്, അതും ഇതിലേക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് അല്ലെങ്കിൽ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കർ മൂടിയിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരി വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങ ചതച്ചിട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് സാധാരണ പാൽ പിഴിഞ്ഞെടുക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. പിന്നെ ഈ കഞ്ഞിക്കിലെ തേങ്ങ എടുക്കുമ്പോഴത്തേക്ക് പച്ച തേങ്ങ കിട്ടിയെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലോണം തേങ്ങൻ്റെ പാലും കിട്ടും. പിന്നെ നമ്മളെ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഉണക്ക് തേങ്ങ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതൊരു കുടിക്കുക നമ്മൾ അങ്ങനെ ഈ നോമ്പ് നോക്കിയിട്ടാണല്ലോ ഇത് കുടിക്കൽ. അപ്പോൾ ഒരു തൊണ്ടയ്ക്ക് ഒരു കുത്തുന്ന ഒരു ഫീലെല്ലാം വരും. അപ്പോൾ പച്ച തേങ്ങ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴിയുന്നതും പച്ച തേങ്ങ തന്നെ എടുക്കുക. പിന്നെ എല്ലാത്തപ്പം എന്താക്കുന്നുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലേ പോലെ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ഈ 1-ാം പാൽ എടുക്കാം. 1-ാം പാലും 2-ാം പാലൊന്നും വേറെ ഒന്നും എടുക്കുന്നില്ല. എന്നെങ്കിലും ഈ ഫസ്റ്റ് ഞാൻ 1.5 കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഇത് നല്ലോണം പാലെല്ലാം എടുത്തിട്ടായിട്ട് ഈ തേങ്ങൻ്റെ ഇതിൽ പീര അത് ഒന്നുകൂടി അതേ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടായിട്ട് ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വീണ്ടും പാലെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പോൾ ഞാൻ ഇവിടെ ഒരു തേങ്ങയ്ക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് ഈ പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമ്മൾ ചോറ് വെന്തിട്ട് വിസിലെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. ഇത് ഇപ്പോൾ നമ്മൾ ചോറ് നല്ലോണം വെന്തിട്ട് വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ ഇനി നമുക്ക് ഒരു കയ്യിലെടുത്തിട്ട് ഈ ചോറ് നല്ലോണം ഒന്ന് ഉടച്ചിട്ടെടുത്ത് കൊടുക്കുക. ഈ ചോറ് നമ്മൾ ചോറ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചോറും പയറൊക്കെ ഇത് ഈ ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ടായിട്ട് നമുക്ക് ഈ തേങ്ങൻ്റെ പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ജീരകം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നല്ലോണം തിളപ്പിച്ചിട്ട് നമ്മൾ ഇപ്പോൾ കുറച്ച് വെള്ളമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളം പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇത് തളിച്ചിട്ടാകുമ്പോൾ നല്ലോണം വറ്റിയിട്ട് നല്ലോണം നല്ല കറക്റ്റ് ഇട്ട് വരും. അപ്പോൾ ഇത് തന്നെയാണ് ഈ കഞ്ഞിക്ക് വേണ്ട വെള്ളം. പിന്നെ കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് കുറച്ച് നമ്മളിപ്പോൾ തിളപ്പിച്ചിട്ടായിട്ട് തണിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മടിയാവും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു മടി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ തേങ്ങ ചേർത്തെടുത്തിട്ട് കുറേ നേരം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല.
ഇതാ ഇപ്പോൾ നമ്മൾ ഈ ചോറ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയില്ല ആ ഒരു ക്ലിപ്പ് എൻ്റെ ഒന്ന് മിസ്സായതാണ്. ഇതിപ്പോൾ നല്ലോണം തിളപ്പിച്ച് ഞാനിത് ഓഫാക്കിയിട്ട് എടുത്തിട്ടുള്ള ശേഷമാണ്. ഇനി തണുക്കുമ്പോഴേക്ക് ഇത് ഈനാട്ടിയും കുറച്ച് മടിയായിട്ട് വരും. അപ്പോൾ നമ്മളെ കാസറോട്ട് കോരിക്കഞ്ഞി അല്ലെങ്കിൽ പയറ്റിൻ്റെ കഞ്ഞി, പയറിൻ്റെ കഞ്ഞി അങ്ങനെയെല്ലാം ഇതിന് പറയലുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എടുത്തോളം, റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നമുക്ക് നോമ്പിന് നല്ലൊരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.